നമസ്കാരം. എൻ്റെ പേര് പ്രിയ രാധാകൃഷ്ണൻ. ഞാൻ പല്ലശ്ശേന ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ഈ കൂൺ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 15 വർഷക്കാലമായിട്ട് ഞാൻ കൂൺ കൃഷി ചെയ്യുന്ന ഒരാളാണ്. എനിക്കിതിൽ മികച്ച ലാഭം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. വൈക്കോലിലാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത്. അത് വൈക്കോലിലും ചെയ്യുന്നുണ്ട്, അറക്കപ്പൊടിയിലും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് വൈക്കോലിലാണ്. നല്ല വൃത്തിയുള്ള വൈക്കോലായിരിക്കണം, അത് സ്വർണ്ണ നിറമുള്ള വൈക്കോലായിരിക്കണം. അത് നല്ലപോലെ ഉണങ്ങിയ വൈക്കോലിനെ, അത് തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്ത വൈക്കോല് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിറ്റേന്ന് കാലത്ത് അതിനെ വെള്ളം കളഞ്ഞ് ആ വൈക്കോലിനെ, വെള്ളം വാർന്നു പോയ വൈക്കോലിനെയാണ് ആവിയിൽ പുഴുക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഫുള്ളി ഓർഗാനിക് ആയിട്ടാണ് ചെയ്യുന്നത്. അത് ആവിയിൽ പുഴുക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ പിന്നീട് വെള്ളത്തിൽ കുതിർത്തേണ്ട, തലേന്ന് കുതിർത്തിയ വൈക്കോലിനെയാണ് നമ്മൾ പിറ്റേന്ന് ആവി കയറ്റിയാണ്. ആവി കയറ്റിയ ശേഷം വൃത്തിയുള്ള ഒരു പ്രതലത്തിൽ, അതായത് ടാർപോളിനിട്ട് ഡെറ്റോളിലിട്ട് തുടച്ച് ടാർപോളിൻ ഷീറ്റിലാണ് ഉണക്കി എടുക്കുന്ന വൈക്കോലിനെയാണ് നമ്മൾ കൂൺ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വൈക്കോൽ പിഴിഞ്ഞാൽ ഒട്ടും വെള്ളം വരരുത്, എന്നാൽ കയ്യിൽ അത്യാവശ്യം നനവുണ്ടായിരിക്കണം. ആ രീതിയിലായിരിക്കണം വൈക്കോലിൻ്റെ ഈർപ്പം. അതായത് ഒരു 50% 60% കൂടുതൽ ഈർപ്പം പാടില്ല. ഇത് നമ്മൾ വൈക്കോൽ കെട്ടാൻ ഉപയോഗിക്കുന്ന കവർ, ഇത് 12x 24 ഇതിൻ്റെ സൈസ്. 12 നീളവും 24 നീളവും 12 വീതിയുമുള്ള സൈസാണ്. ഇതിന് PP കവർ എന്നാണ് പറയുന്നത്. ഇത് സാധാ 10 കിലോ അരി ബാഗുകളിലും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും നമ്മൾ വൈക്കോൽ പ്രധാനമായും കൂൺ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന കവർ എന്ന് പറയുന്നത് ഈ PP കവറാണ്. ഈ PP കവറിൻ്റെ 2 വശങ്ങളിൽ ഒരു വശം ഉള്ള ആ ഓപ്പൺ അല്ലാത്ത വശം നമ്മൾ ഇതിന് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ആക്കുന്നു. ഒന്ന് ടൈറ്റ് ആവുന്നവരെ ഒന്ന് ഇടുക. ഇട്ട് കഴിഞ്ഞാൽ ഇത് ഈ ഷേപ്പിലാവും. ഓക്കെ, അടുത്തത് ഇതാണ് മഷ്റൂമിൻ്റെ സ്പോണ്. ഇത് നമ്മൾ 300 ഗ്രാമിൻ്റെ സ്പോണാണ്. ഇത് ഞാൻ 2 ബെഡ് തയ്യാറാക്കാനാണ് ഈ സ്പോൺ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ വൃത്തിയുള്ള ഡെറ്റോളിട്ട് തുടച്ച ഒരു ട്രേയിലാണ് ഇത് നമ്മൾ പൊട്ടിച്ചിടാം. ഇതാണ് സ്പോണ്. ഈ രീതിയിലാക്കിയെടുക്കാം. സ്പോണിന് ആവശ്യത്തിന് ഇതാക്കിയെടുക്കാം. എന്നിട്ട് ഈ കവറിന് അടിവശത്ത് ലേശം സ്പോണ് അതിനകത്തേക്ക് ഇടുന്നു. ഈ വൈക്കോലിനെ ചെറിയ ചുമ്മാടുകളാക്കിയിട്ട്, അതായത് കവറിൻ്റെ വലിപ്പത്തിനനുസരിച്ച്, അത്യാവശ്യം ആ കവറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് എടുക്കുന്ന ചുമ്മാടുകളാക്കിയിട്ട് എടുത്ത് വേണം അതിന് കവറിനകത്ത് ഇടാൻ. ഇതാണ് ചുമ്മാടെന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഈ കവറിനകത്ത് ഇറക്കുകയാണ്. സൈഡ് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ റൗണ്ടായിട്ട് നിൽക്കുന്ന വിധത്തിൽ എടുക്കുക. പിന്നെ സ്പൂൺ എടുത്തു. ഈ കവറിൻ്റെ സൈഡ് കൂടെ നമ്മുടെ കവറിൻ്റെ ഈ വശങ്ങളിലൂടെ ഇട്ട് കൊടുക്കണം. ഇതാണ് ഒരു ലെയർ. രണ്ടാമത്തെ ലെയർ ഇട്ടു. നമ്മൾ ആദ്യം ചെയ്ത അതേ രീതിയിൽ തന്നെ സൈഡ് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അതേപോലെ വിത്തെടുത്ത് സൈഡ് കൂടെ ഇടുന്നു. നമ്മൾ താഴെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഫുൾ സൈഡിൽ നിന്ന് ഓരോ സൈഡിൽ നിന്ന് മടക്കി ആക്കിയിട്ട് അത്യാവശ്യം ഒന്ന് പ്രസ് ചെയ്യുക. കൂടുതൽ പ്രസ് ചെയ്യണ്ട. അത്യാവശ്യം ഒന്ന് എയർ കളഞ്ഞ ശേഷം ഒന്ന് ടൈറ്റ് ആക്കുക. എന്നിട്ട് മീതെ ഒരു റബ്ബർ ബാൻഡ് ഇടുക. ഇതാണ് നമ്മൾ കൂൺ തടം അല്ലെങ്കിൽ ഒരു കൂൺ ബെഡ് എന്ന് പറയുന്നത്. ഇതാണ്, ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. കൂൺ തടം റെഡിയായ ശേഷം ഇതിനെ നമ്മൾ ഒരു വൃത്തിയുള്ള ഞാൻ ഉപയോഗിക്കുന്നത് സൂചിയാണ്. അതായത് ഇത് കൂണിന് മാത്രം ഉപയോഗിക്കുന്ന സൂചി ആയതുകൊണ്ട് ഇതിന് ഡെറ്റോളിട്ട് തുടച്ച് വൃത്തിയാക്കിയ ഒരു സൂചിയാണ്. അല്ലെങ്കിൽ പച്ച ഈർക്കലി ആക്കിയിട്ട് അത്യാവശ്യം ചെത്തി വെച്ച ശേഷം ഈ വിത്ത് കാണുന്നവിടെ, അതായത് ഒരു ബെഡിൽ ഒരു 10 20 ഹോള് അവിടെയായിട്ട് ഈ രീതിയിൽ ഇടണം. താഴെയും ഒരു 2 3 ഹോൾ ഇടണം. അതായത് ബെഡ് കെട്ടിയ ശേഷം ഇതുപോലെ വൃത്തിയുള്ള ഒരു സാധനം ഉപയോഗിച്ചിട്ട് 4 5 യാതൊരു കാരണവശാലും ബെഡിൻ്റെ മേലെ ഹോൾ ഇടരുത്.
അതിനുള്ള കാരണം നമ്മൾ ബെഡ് വെക്കുന്നത് ഓരോ ലെയറായിട്ടാണ്. അപ്പോൾ ഒന്നിന് മീതെ ഒന്ന് താഴെ വെക്കുമ്പോൾ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുന്ന സമയത്ത് മേലെയുള്ള ബെഡിലുള്ള വെള്ളം താഴേക്ക് ഇറങ്ങി ആ ബെഡ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ട് മേലെ യാതൊരു കാരണവശാലും ഹോൾ ഇടരുത്. അടിയിലിടുന്നതിൻ്റെ ഇത് ബെഡിൽ അത്യാവശ്യം കൂടുതൽ ഈർപ്പം ഉണ്ടെങ്കിൽ അടിയിലൂടെ അത് താഴേക്ക് പോകാനുള്ളതിന് വേണ്ടിയിട്ടാണ് അടിയിൽ ഹോൾ ഇടുന്നത്. നമ്മൾ ബെഡ് തയ്യാറാക്കുന്ന ദിവസത്തെ ഡേറ്റ് നിർബന്ധമായും അതിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ബെഡ് ഈ രീതിയിൽ ചെയ്താൽ കംപ്ലീറ്റ് ആയി.